സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിൻ്റെ പൂക്കി സി എമ്മിൻ്റെ പൂക്കിത്തരങ്ങളും അല്ലെങ്കിൽ പൂക്കി സി എമ്മിനെ അനുകൂലിക്കുന്ന ആളുകളുടെയൊക്കെ പൂക്കിത്തരങ്ങളുടെ കുറച്ച് നേർക്കാഴ്ചകളാണ്. അതായത് എറണാകുളം ജില്ലയിലെ പാരിയത്തുകാവിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു കുടിയിറക്കൽ അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കൽ പ്രക്രിയയെപ്പറ്റി നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണല്ലേ. അതായത് ആ നാട്ടിലെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളുടെ അന്നത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ചോറിൽ മണ്ണ് വാരി ഇടുന്നൊരു പരിപാടിയുമായിട്ട് ഇപ്പോഴത്തെ പുതിയ സർക്കാർ തിരിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ ഒന്നുമില്ലാത്ത ആളുകളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് വലിയ വ്യഗ്രതയും വലിയൊരു കോടതിയിൽ നിന്ന് കിട്ടിയൊരു നോട്ടീസും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വക്കീലടക്കമുള്ള ആളുകൾ, പോലീസ് അടക്കമുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ആ സ്ഥലത്തേക്ക് തമ്പടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെയൊക്കെ പൊതിരെ തല്ലുകയും ചെയ്യുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതായത് നൂറ്റാണ്ടുകളായിട്ട് അവിടെ തന്നെ ജീവിച്ചു വന്നിരുന്ന, തലമുറകൾ മാറി മാറി ജീവിച്ചു വന്നിരുന്ന ഒരു കൂട്ടം ആളുകളാണ് അവിടെ ഉള്ളത്. 8ഓളം കുടുംബം ഉണ്ടെന്നുള്ളതാണ് ഞാൻ വാർത്തകളിലൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അമ്മയും അച്ഛനും പേരക്കുട്ടികളും എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവരും എഴുന്നേറ്റ് നടക്കുന്ന ആളുകളും അങ്ങനെ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടം തന്നെയാണ് പാരിയത്തുകാവിലെ ഈ ഒരു സ്ഥലം. ആ ഒരു കോളനി അല്ലെങ്കിൽ ഉന്നതി എന്നാണല്ലോ ഇപ്പോൾ പേര് കൊടുത്തത്. നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് കോളനി എന്നുള്ളതിനല്ല ഉന്നതി എന്നൊരു പേര് കൊടുത്തുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജാതീയതയും വർഗീയതയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നിന്നൊരു സർക്കാർ തന്നെയായിരുന്നു, അല്ലെങ്കിൽ മുന്നിലേക്ക് നിന്ന മനുഷ്യന്മാർ തന്നെയായിരുന്നു ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ഹൃദയപക്ഷത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പേര് കിട്ടി ഉന്നതി എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ഥലത്ത്, ഈ പാരിയത്തുകാവ് ഉന്നതിയിൽ ഈ പറയുന്ന പോലീസിൻ്റെ നരനായായിട്ടാണ് ഇറങ്ങി ചെന്നുകൊണ്ട് അവിടെയുള്ള ആളുകളെ പൊതിരെ തല്ലുകയും അവരെല്ലാം വലിച്ചിഴക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം ആര് പറഞ്ഞിട്ടാണ്? ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ പറഞ്ഞിട്ടാണോ? ഇവർ പറഞ്ഞിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിരുന്നത് ഈ കർക്കശ സ്വഭാവമുള്ള, ധാർഷ്ട്യ സ്വഭാവമുള്ള, ഏകാധിപതി കളിച്ച് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ജാതീയതയും വർഗീയതയും പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ജാതി കോമരങ്ങളായിട്ടുള്ള ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരാളിനെ ആയിരുന്നു. അതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യത്തിൻ്റെ നേർക്കാഴ്ചകൾ കൂടിയാണ് ഇതിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇടതുപക്ഷ സർക്കാർ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. അതായത് അവിടെ അവർ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്, നൂറ്റാണ്ടുകളായി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന കോടതിയുടെ നോട്ടീസോ ഈ പറയുന്ന കോടതിയിലെ മുന്തിയ വക്കീലന്മാരോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാണ് ഉണ്ടായിരുന്നത്? അവിടുത്തെ ജനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ജനങ്ങളുടെ അവരുടെ സ്വൈര്യ ജീവിതം തകർക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രക്രിയയ്ക്കും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള നിയമ ഭേദഗതി ബില്ലുകൾക്കോ അല്ലെങ്കിൽ ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അന്ന് അവിടെ പറഞ്ഞിരുന്നത്. എല്ലാം കണ്ടിട്ടും ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് പാവങ്ങളെ അവർ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വിട്ടൊരു സർക്കാർ തന്നെയായിരുന്നു ഇടതുപക്ഷം. എന്നാൽ അധികാരത്തിൽ വന്ന് വെറും 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെയും തങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളെ തന്നെ അവരുടെ നെഞ്ചിൽ കുത്തുന്ന വൃത്തികെട്ട പരിപാടിയുമായിട്ട് കോൺഗ്രസിൻ്റെ മൂത്ത കൊങ്ങിക്കുട്ടന്മാർ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുൻപ് ഞാൻ ഒരു വീഡിയോ കാണിക്കാൻ പോകുന്നത് ആ വീഡിയോയിൽ പറയുന്നൊരു പ്രത്യേക ഒരു കാര്യമുണ്ട്. അതായത് ഇത്രയും നാളും പിണറായി വിജയനെതിരെ കുറ്റം പറഞ്ഞിരുന്ന മാധ്യമങ്ങൾ അല്ലെ മാധ്യമ പാപ്പരാസികൾ തന്നെ മാറ്റി പറയുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞു പിണറായി വിജയനായിരുന്നു ശരിയെന്ന് കേരളത്തിലെ ജനങ്ങൾ എന്നടങ്കം പറയുകയാണെന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ തന്നെ അവരുടെ മുന്തിയ നേതാക്കന്മാർ വരെ പറയുകയുണ്ടായില്ല. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് പുതിയതായിട്ട് അധികാരമേറ്റ ആൾ വരെ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്തു വെച്ചിരിക്കുകയാണെന്ന്. ഇനി അതിനുശേഷം ഈ പറയുന്നൊരു വിഷയത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസാണ് പറയുന്നത്, വേറെ ഒരു ചാനലും അല്ല, കൈരളി ചാനലൊന്നുമല്ല, ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ് പറയുന്നത്. ഇടത് സർക്കാർ വളരെ സംയമനത്തോടെ കൈകാര്യം ചെയ്ത വിഷയമാണിത് എന്ന് പറയുന്നത് കൈരളിയല്ല കേട്ടോ, ഏഷ്യാനെറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അധികാരമേറ്റ് 3-ാം ദിനം മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ പാവങ്ങളെ തല്ലിയിറക്കി പോലീസ്. ഇതിനു മുൻപ് 12 തവണ അഭിഭാഷക കമ്മീഷനും പോലീസും വന്നപ്പോഴും അവിടെ അന്നത്തെ MLA ശ്രീനിജനും നാട്ടുകാരും ചേർന്ന് തടഞ്ഞതാണ്. ഒഴിപ്പിക്കൽ നിർത്തിവെപ്പിച്ചിട്ടുമുണ്ട്. ഇടത് സർക്കാർ വളരെ സംയമനത്തോടെ കൈകാര്യം ചെയ്ത വിഷയമാണിതെന്നാണ് ഏഷ്യാനെറ്റ് പോലും റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു വീഡിയോ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ദിവസം കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് ഈ തരത്തിൽ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മുമ്പത്തെ സർക്കാരിന്റെ കാലത്ത് 14 തവണ വളരെ സംയമനത്തോടെ പോലീസ് കൈകാര്യം ചെയ്ത ഒരു വിഷയമാണിത്. ആ വിഷയമാണ് കണ്ടില്ലേ, 14 തവണ. 48
മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഒരു ചർച്ചയുടെ പോലും വാതിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ആരും തുറക്കാതെ ഈ തരത്തിൽ ഒരു നടപടിയിലേക്ക് പോലീസ് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഒരുപക്ഷെ പുതിയ സർക്കാരിന്റെ കീഴിൽ ഉള്ള ആദ്യത്തെ പോലീസ് നടപടിയാണ് ഈ സംഭവം. അതും ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കണം എന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും പോലീസിന്റെ അവർക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. പക്ഷേ ഒരു പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആ സർക്കാർ ഇടപെട്ട് ഈ പ്രശ്നത്തിന് ഏതെങ്കിലും തരത്തിൽ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ ഉണ്ട് എന്നിരിക്കെ അത്തരത്തിലുള്ള രാഷ്ട്രീയമായ ഒരു നീക്കങ്ങളിലേക്കും കടക്കാതെയാണ് ഇവിടെ ഇപ്പോൾ ഈ 7 കുടുംബങ്ങളിൽ സ്ത്രീകളടക്കമുള്ളവർക്ക് നേരെ ഈ തരത്തിലൊരു പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. കണ്ടില്ല, ഇത് വേറെ എവിടെയല്ല നടന്നിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള എറണാകുളത്ത് തന്നെയാണ്. പാരിയത്തുകാവെന്ന് പറയുന്ന ഉന്നതിയിലാണ് നടന്നിരിക്കുന്നത്. ഇതെന്നിട്ടും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പോലീസിൻ്റെ അടുത്ത് ഞങ്ങൾ ഇതിനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടും അവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു കഴിവുകേട് തന്നെയായി പോകും. CMA ഈ പറയുന്ന കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. എനിക്കൊരാളോട് ഒരു വിരുദ്ധതയൊന്നുമില്ല. ഏതൊരു പാർട്ടിയാണെങ്കിലും നമുക്ക് വേണ്ടിയും നമ്മുടെ നാടിന് വേണ്ടിയും നന്മ ചെയ്യുന്ന ആളുകളായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJP ആയാലും ആരാണെങ്കിലും നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, നാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വേണ്ടിയിട്ട്, ഈ നാടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അധികാരത്തിൽ വരുന്നവരായിരിക്കണം ആ ഒരു അധികാര അല്ലെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ അനുബന്ധ മന്ത്രിമാരായിട്ടൊക്കെ ഇരിക്കേണ്ടത്. എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താണ്? ജാതിയുടെ പേരും പറഞ്ഞുകൊണ്ട് കുറച്ച് ജാതി കോമരങ്ങൾ തന്നെ രംഗത്തേക്ക് വരുന്നുണ്ട്. ആ ജാതി കോമരങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ അധികാരമേറ്റ ആളിനെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ് കമൻറ്റുകളൊക്കെ വരുന്നത്. ഞാനങ്ങനെ പറയുന്നില്ല, കമൻറ്റുകളിലൊക്കെ വരുന്നത് അങ്ങനെയാണ്. അതായത് MLA സ്ഥാനം കിട്ടിയ സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ദാമോദരൻ മകൻ അല്ലെങ്കിൽ നമ്പൂതിരിയോ നായരോ അങ്ങനെയൊക്കെ പേര് പ്രത്യേകിച്ച് പറയാതെ മുഖ്യമന്ത്രിയായ സമയത്ത് മാത്രം വി.ഡി. സതീശൻ സ്വന്തം പേരിനൊപ്പം ഈ നായരെന്നോ ജാതി പേരൊക്കെ പറഞ്ഞുകൊണ്ട് കയറി വന്നു എന്ന് പലരും പറയുന്നുണ്ട്. അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കും കൂടുതൽ പോകുന്നില്ല. അതൊക്കെ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ? അതായത് പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ഇത്രയും കാലം ഇവിടെ ഭരിച്ചിരുന്ന ഒരു പാർട്ടി നാളിതുവരെ അവിടെ ജീവിക്കുന്ന ആളുകളുടെ മേൽ ഒരു തരം മണ്ണ് വീഴാനായിട്ട് അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ തന്നെ അത് ചെയ്തിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയിട്ടേ അവിടെ കയറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സഖാക്കന്മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ എന്താണ് നടക്കുന്നത്? അവിടെയുള്ള ആളുകളുടെ ശവത്തിൽ ചവിട്ടിക്കൊണ്ട് തന്നെ കോൺഗ്രസിന് അവിടെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ പണിതുയർത്തണം, അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് ആ ഒരു ഭൂമി ഒഴിപ്പിച്ചു കൊടുക്കണം, അങ്ങനെ വേണ്ടിയിട്ടൊരു PR പണിയെടുക്കുന്ന ടീമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് മാറിയോ എന്നുള്ളൊരു ചോദ്യം ഞാനിവിടെ ചോദിക്കുകയാണ്. ഈ ചോദ്യം ഇവിടെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇതിന് മറുപടി നിങ്ങൾ തന്നെ തരണം, അല്ലാതെ വെറുതെ ഒഴിഞ്ഞു മാറരുത് കേട്ടോ. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര മെയ് 15 മുതലെന്ന് പറഞ്ഞിട്ട് ജൂൺ ആക്കിയതും 3000 രൂപ വെച്ചിട്ട് പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 2000 രൂപ പെൻഷൻ കൊടുക്കുന്നതും, അതേപോലെ തന്നെ ഈ പറയുന്ന ആശമാരുടെ വേതനം 21,000 രൂപയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെയും വെറും 3000 രൂപ മാത്രമായിട്ട് കൂട്ടി അവർക്ക് വേതനം നൽകുകയും ചെയ്യുന്ന ഈ ഒരു സർക്കാർ ഇനി എന്ത് വാക്കാണ് പാലിക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ചോദ്യം തന്നെയായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് വേറെയും വീഡിയോസ് ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ മാധ്യമങ്ങളെ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ഗുണ്ടകളെല്ലാം കൂടി രംഗത്തേക്ക് വരുന്നൊരു കാഴ്ച കൂടിയുണ്ട്. ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. വേറൊരു അമ്മ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. വി.ഡി. സതീശൻ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ഞങ്ങളെല്ലാം അടിച്ചമർത്താമെന്നാണോ വി.ഡി. സതീശൻ വിചാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരമ്മ സംസാരിക്കുന്നത്. വി.ഡി. സതീശൻ മന്ത്രിയായപ്പോഴത്തെ ഇങ്ങനെ ഞങ്ങളെ കാണിച്ചിറക്കാന്ന് വിചാരിച്ചായിരിക്കും പാവപ്പെട്ടവരെ. ഒരു ഗർഭിണി ഉണ്ടായിരുന്നു, അതിനെയൊക്കെ അക്രമം ചെയ്തിട്ടുണ്ട്. ഒക്കെ ഉപദ്രവിച്ച് അവർ ഇട്ടേക്കണം. പ്രായമായവരാണ് കൂടുതൽ. പ്രായമാകുന്നവരുണ്ട്, പിള്ളേരുണ്ട്, ഗർഭിണികളുണ്ട്, അവരൊക്കെ അവർ ഉപദ്രവിച്ചു. നിങ്ങൾ ഒരുപാട് കാലത്തെ പോരാട്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്നു? അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ മാറില്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടില്ലേ ഒരാളെ സുഖമില്ലാത്ത ഓപ്പറേഷൻ ചെയ്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് ആ അറ്റാക്കിന്. എന്നിട്ട് അതിനെയൊക്കെ തൂക്കിയെടുത്തിട്ട് അവർ കൊണ്ടുപോയേക്കണേ. ഇങ്ങനെ അതിക്രമിച്ച് കയറുമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതിക്ക് മുമ്പ് വന്നെങ്കിലും ഇങ്ങനെ കയറുമെന്ന് പറഞ്ഞാൽ കയറിയിട്ടില്ല, ഇങ്ങനെ കാണിച്ചിട്ടില്ല. അവർ കാര്യം പറയുമ്പോൾ പിരിഞ്ഞു പോകാനായിരുന്നു. ഈ തവണയാണ് അവർ അടിച്ചത്. അപ്പം അവരുടെ ഈ പാർട്ടി ഞങ്ങളിവിടെ ഈ ഇതായത് കൊണ്ടായിരിക്കും അവരുടെ വി.ഡി. സതീശൻ മന്ത്രിയായപ്പോഴത്തെ ഇങ്ങനെ ഞങ്ങളെ കാണിച്ചിറക്കാന്ന് വിചാരിച്ചായിരിക്കും പാവപ്പെട്ടവരെ. അല്ലെങ്കിൽ ഇപ്പം ഇത്ര പെട്ടെന്ന് ഇങ്ങനെയാക്കുവോ പാവപ്പെട്ടവരെ? ഞങ്ങളെല്ലാം പാവപ്പെട്ടവരാണ്, ഞങ്ങളുടെ വീടും ആണ് ഇതൊക്കെ. അപ്പോൾ ഒരാളെ കാണുന്നില്ല, അത് പറഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷിച്ച് കിടക്കുന്നത്. കണ്ടില്ലേ, പിണറായി വിജയൻ്റെ ചിരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പിണറായി വിജയനെ തോൽപ്പിച്ചു വിട്ട നന്ദികെട്ട ജനങ്ങൾ, ആ നെറികെട്ട ജനങ്ങൾ തന്നെ ഈ വീഡിയോസ് കാണണം.
നമ്മുടെ എല്ലാവരുടെയും അമ്മയോ അനിയത്തിയോ പോലെയുള്ള ഒരാളുകൾക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. അല്ലെ നമ്മുടെ എല്ലാവരുടെയും സഹോദരി സഹോദരന്മാർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആര് കാരണമാണ്? നിങ്ങൾ ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജയിപ്പിച്ചു വിട്ട ആളുകൾ കാരണമാണ്. ഇവിടെ കണ്ണിൽ നിന്ന് വീണിട്ടുള്ള ഓരോ തുള്ളി കണ്ണുനീരിനും കാലം മറുപടി ചോദിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ വലിയ വികസനങ്ങളും വലിയ കെട്ടിട സമുച്ചയങ്ങളും പടുത്തുയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കേരളയിലൊക്കെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഈ പറയുന്ന വി ഡി സതീശനെ കാണുമ്പോൾ പലരും ഭയങ്കര കയ്യടിയാണ്. എത്രയോ കുടുംബങ്ങൾക്കാണ് നീതി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് കയ്യടിക്കുന്നുണ്ട്. വികസനങ്ങൾ പോലും ചെയ്യാൻ പേടിയുള്ള ഒരു ടീമാണ് ഇന്ന് വന്നിട്ട് ഈ പറയുന്ന പാവം പിടിച്ച ആളുകളെ തല്ലി ഇറക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി വേറൊരു വീഡിയോ കൂടിയുണ്ട്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ആ മാധ്യമങ്ങളെ അടിച്ചോടിക്കുന്ന കുറച്ച് ഗുണ്ടകൾ, ഈ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ, ആ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം. കോടതിയിൽ അപ്ഡേറ്റ് ചെയ്ത് കേസ് നടത്തുന്നുണ്ട്. 14 തവണ ഇതുപോലെ അഭിഭാഷക കമ്മീഷൻ വന്ന് മടങ്ങിപ്പോയതാണ്. പക്ഷെ ഇത്തവണയാണ് അതിക്രമിച്ച് കയറിയത്. ഭരണം മാറിയതിനു ശേഷം അത്തരത്തിൽ പോലീസിന് അഴിച്ചു വിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ആ സംസാരം വേണ്ട. കൊണ്ടു പൊങ്ങിക്കൊണ്ടു പോലീസിനെതിരെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോയത് അത് അതിൽ മാധ്യമങ്ങൾക്കെതിരെ ഉൾപ്പെടെ നിങ്ങൾ രാഷ്ട്രീയപരമായി ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തത് ഇത് ഈ രാജ്യം ഭരിക്കുന്ന കേരളം പറഞ്ഞാൽ ഇവർ പറഞ്ഞ എന്താണോ പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നം? പോലീസ് അതിക്രമിച്ചിട്ടില്ല. അതെ, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് പറയുന്ന ഒരു മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവല്ലേ ആ നിൽക്കുന്നത്. ഈ വയനാട് വിഷയത്തിൽ നൗഫലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ കാണിച്ച പോരാട്ട നാടകങ്ങളും വൃത്തികേടുകളും ഒക്കെ ഇതിൻ്റെ അപ്പുറമായിരുന്നു. അതിനൊന്നും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല? അതിനൊന്നും നിങ്ങൾക്കൊരു ലജ്ജ തോന്നിയിട്ടില്ലേ? സ്വന്തം പാർട്ടിയെ പറ്റി ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൊള്ളുന്നുണ്ടല്ലേ? ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് അധികാരത്തിൽ വന്ന ഒരു വർഗം, അല്ലെങ്കിൽ അധികാരത്തിൽ വന്ന ഒരു പാർട്ടി, അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകിയിരുന്ന നിങ്ങൾ ഇന്ന് നിങ്ങൾക്കിട്ടൊരു പണി കിട്ടുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്നു. നിങ്ങൾ കാരണമാണ് ആ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണിരിക്കുന്നത്. അത് നിങ്ങൾ എത്രയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ആളുകളെ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അത് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതിനെ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങളെപ്പോലെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടാവും. നീയൊക്കെ കാണിക്കുന്ന വൃത്തികേടുകളും പോരാട്ട നാടകങ്ങളും എല്ലാം ഞങ്ങൾ വലിച്ചു കീറി എക്സ്പോസ് ചെയ്തിരിക്കുമെന്നുള്ളൊരു പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട്, ചിരിക്കുന്ന CM-നെ മതിയല്ലോ, ചിരിക്കാത്തവൻ ഒന്നും ചെയ്യുന്നില്ല, ചിരിക്കുന്നവൻ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ആളുകളാണ് ഈ ഒരു രീതിയിൽ ആ പാവം പിടിച്ച ജനങ്ങളെ കുരുതിക്കിട്ട് കൊടുത്തിരിക്കുന്നതെന്നുകൂടി പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.